ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ സമയം 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഏറെ പ്രത്യേകമായിട്ട് അനുദിനം രാവിലെ 5:30 മണിക്കുള്ള അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും വരാൻ പോകുന്ന അഖണ്ഡ ജപമാല മഹാറാലിയെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈശോയെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന മക്കളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്ത അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് മേരി മരിയ. ഇതെൻ്റെ ഭർത്താവ് റൈമണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്ന പ്രദേശത്താണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജനുവരിയിലാണ്. ഉടമ്പടി എടുത്തിട്ടും ഞാൻ കാര്യമായിട്ടൊന്നും ഉടമ്പടി പാലിക്കാനൊന്നും പറ്റിയില്ല. കുർബാനയ്ക്ക് പോകുകയോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനോ കഴിഞ്ഞില്ല. ആ ഇടയ്ക്കാണ് 2024 എൻ്റെ ഭർത്താവിന് കാർപ്പൻ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ ഇടയ്ക്ക് ജോലിക്ക് പോയ സമയത്ത് വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയുണ്ടായി. അന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഞാൻ പോയപ്പോൾ ബോധമുണ്ടായിരുന്നു, പക്ഷേ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വേദന കൊണ്ട് വേദനിക്കുകയായിരുന്നു ആ സമയത്ത്. അന്ന് അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു. മാതാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. കാരണം എനിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അപ്പം മരിച്ചു. അമ്മ 6 വർഷമായി മരിച്ചിട്ട്. എനിക്ക് ആരുമില്ലായിരുന്നു. ഭർത്താവാണ് എനിക്ക് താങ്ങും തണലും. അപ്പം ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കെ ഫോട്ടോ നോക്കി കരഞ്ഞ് തിരിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത അയൽവാസിയായ ഒരു ആൻറ്റി എനിക്ക് കുറച്ച് കാശ് തന്നു. ഞാൻ അതുമായി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭർത്താവ് കാലുകൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് വിഷമങ്ങൾക്ക് കുറച്ച് മാറ്റം വന്നു. വീണ്ടും ഞങ്ങൾ പിറ്റേന്ന് ഡിസ്ചാർജായി. പക്ഷേ കാലുകൾ വീണ്ടും വേദനിക്കുകയായിരുന്നു. ഞങ്ങൾ വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ച് സ്കാനിങ്, എക്സ്റേ എല്ലാം എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിന് താഴെ എല്ലുകൾക്ക് ഗ്യാപ്പും നട്ടലിന് വളവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. 3 മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്നാവില്ല, മംഗലാപുരത്തോ കോഴിക്കോടങ്ങ് പോകേണ്ടി വരും. ഞങ്ങളങ്ങനെ പിറ്റേന്ന് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരം പോയി മെഡിസിൻ, ഡോക്ടർ ഇതന്നെ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം മെഡിസിൻ കഴിക്കുമെന്ന് പറഞ്ഞു. മെഡിസിൻ തന്നു. വീട്ടിലെത്തി കഴിച്ചു തുടങ്ങി തന്നെ യൂറിൻ പോകാതായി. പിന്നീട് ഞങ്ങൾക്ക് നല്ല വിഷമമായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ആൻറ്റി ഞങ്ങളോടൊപ്പം വന്നിരുന്നു. അങ്ങനെ ഞാനും ഭർത്താവും ആൻറ്റി ഇവിടത്തേക്ക് വന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അച്ഛനെ കാണേണ്ട ഭാഗ്യം എൻ്റെ ഭർത്താവിന് ലഭിച്ചു. അങ്ങനെ അച്ഛൻ കൈവെപ്പ് പ്രാർത്ഥന കുരിശുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. നടുവിന് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്ന് അത്രയും വേദനയോടെയായിരുന്നു. മുട്ടുകുത്താൻ പോലും ഭർത്താവിന് പറ്റിയിരുന്നില്ല. അത്ര വിഷമത്തോടെയായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ട്രെയിൻ അടുത്ത് തന്നെ സെക്കൻഡ് കൊണ്ട് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായത്. പെട്ടെന്നായിരുന്നു സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ആ സമയത്ത് ആൻറ്റി മുമ്പ് 2 വയസ്സ് സുഖമില്ലാത്തായിരുന്നു. ആൻറ്റി പെട്ടെന്ന് ടയേർഡായി ആകെ അബോധാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ആ സമയത്ത് വയ്യാതിരുന്ന കാലുകൾക്ക് അത്രയും വിഷമത്തോടെ വന്നിരുന്നായിരുന്നു എൻ്റെ ഭർത്താവ്. മുട്ടുകുത്താനോ ഒന്നും പറ്റിയിരുന്നില്ല. ഭർത്താവ് പെട്ടെന്ന് വാരിയെടുത്തു. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ വാരിയെടുത്തു. ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി താഴെ എത്തി ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ കയറ്റുന്നവർ ഇത്രയും വിഷമം ഉണ്ടായിരുന്നു. ഭർത്താവ് ആ ആൻറ്റിയെ കയറ്റിയെടുത്തു, ട്രെയിനിലാക്കുകയായിരുന്നു. ഇത്രയും ചെയ്തു തന്നത് അന്നത്തെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അച്ഛൻ തന്ന ആ കൃപയാണ്.
അസൗഖ്യത്തിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടില്ല, ഒരു ഹോസ്പിറ്റലും പോയിട്ടില്ല. ഞങ്ങൾ വീണ്ടും ഇന്നലെ വരുമ്പോൾ ഞങ്ങൾ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലും കയറി ഭർത്താവ് പണിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ അടുത്ത സാക്ഷ്യം എൻ്റേതാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. 1997 ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടെമ്പററി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത്. പിന്നീട് എനിക്ക് പെർമനൻ്റായിട്ട് ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു കാലിത്തൊഴുത്ത് പോലത്തെ ഒരു റൂമായിരുന്നു എൻ്റെ ബിൽഡിങ്. കുട്ടികൾക്ക് വരാനോ ഒരു ഗ്യാസ് പോലും ഇല്ല. പുകയിലും തീയിലും പെട്ട് ഞാനും കുട്ടികളും വിഷമിച്ചു. ആ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങൾക്കൊരു മാറ്റത്തിന് വേണ്ടി. പിന്നീട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫിറ്റ്നസ് കിട്ടാതായി മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോയി. അതും വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വന്നു. ഒരുപാട് കരഞ്ഞ നിമിഷങ്ങൾ, ശരിക്കും വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും, ഫിറ്റ്നസ് കിട്ടുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, കുട്ടികളില്ല, പൂട്ടേണ്ടി വരും. ടീച്ചറുടെ കഴിവുകേട് കൊണ്ടാണ്. പക്ഷെ ദൈവം എനിക്കൊരുപാട് കഴിവ് നൽകിയിരുന്നു. ഞാൻ കുട്ടികളെ ഡാൻസ് ടീച്ചറാണ്. ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുട്ടികളെയും ഞാൻ ഡാൻസ് പഠിപ്പിച്ചത്. ഇത്രയും പാട്ടും കഴിവും എല്ലാ കഴിവും ഉണ്ടായിട്ടും എന്നെ ഉദ്യോഗസ്ഥർ വഴക്ക് പറഞ്ഞു. ടീച്ചറുടെ ഇതുകൊണ്ടാണ്. ടീച്ചർ 3rd ഗ്രേഡിലാണ് പെടുന്നത്. എനിക്ക് കരയാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ട്രാൻസ്ഫർ തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വീണ്ടും കൃപാസനത്തിലേക്ക് വന്നു. ഏപ്രിൽ മാസം ഞാൻ നിയോഗം എഴുതി. എനിക്ക് മാതാവേ, എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്. അപ്പോൾ പിറ്റേ മാസം ഏപ്രിൽ മാസം നിയോഗം എഴുതി വെച്ചു. മെയ് പകുതിക്ക് തന്നെ ഇതേ എന്നെ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ, സൂപ്പർവൈസർ, CDP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർക്ക് എവിടെയാണ് ട്രാൻസ്ഫർ വേണ്ടതെന്ന്. ഞാൻ ഉറക്കെ കരയുകയായിരുന്നു. എന്നെ അംഗീകരിച്ചല്ലോ, എൻ്റെ മാതാവ് ഇടപെട്ടത് കൊണ്ടാണ് എന്നെ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ എന്നെ മെയ് മാസം പകുതിക്ക് തന്നെ, മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന, ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിൽ ഔട്ടായതായിരുന്നു. അവിടുത്തേക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ല ജനങ്ങളുടെ, ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സൂപ്പർവൈസറിനെ എന്നെ തള്ളിപ്പറഞ്ഞ് അവർ തന്നെ എന്നെ നല്ലതായി കരുതി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്തു വന്ന അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഭർത്താവ് മുമ്പൊന്നും ശരിക്കും ആത്മീയതയിലേക്ക് വന്നത് അന്ന് ആ വീഴ്ച കാരണം. ആ വീഴ്ചയിൽ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ആദ്യമൊന്നും പള്ളിയിലൊന്നും അങ്ങനെ ഉള്ളിൽ കയറിയിരിക്കുന്നില്ല, പുറത്ത് വന്നിരുന്ന് പോവുകയായിരുന്നു. എനിക്ക് വല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെക്കാളും നന്നായിട്ട് പള്ളിയിൽ വരികയും ഭക്തിയോടെ കുർബാന കൈക്കൊള്ളുകയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ശരിക്കും അതൊരു വലിയ ഇടപെടലായിരുന്നു, ദൈവത്തിൻ്റെ ശരിക്കും ഒരു ഇടപെടൽ. ഇപ്പം ഭർത്താവ് ഇവിടുന്ന് കാശ് രൂപവും എല്ലാം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നു. ഞങ്ങൾ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞാനും തന്നെ മുമ്പ് എനിക്ക് വലിയ അപകർഷതാബോധമായിരുന്നു. കുർബാന കൈക്കൊള്ളില്ല, മുന്നിലേക്ക് വരില്ല. ഞാൻ അച്ഛൻ പിറകിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ കൈക്കൊള്ളൂ. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. പക്ഷേ ഇവിടുന്ന് വന്ന് തിരിച്ചു പോയപ്പോൾ തന്നെ എനിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞു, മേരിക്ക് എന്തൊരു മാറ്റമാണിപ്പോൾ, കൃപാസനത്തിൽ പോയതിൻ്റെ ഫലമായിട്ടാണല്ലേ, മാതാവിൻ്റെ ആ കൃപ കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ പള്ളിയിൽ മുമ്പിലായിരിക്കുന്നത്. ഞാൻ വേദപാഠ ടീച്ചറും കൂടിയാണ്. ഞാൻ ഏറ്റവും മുമ്പിലിരുന്ന കുട്ടികളെ ഓരോ കാര്യങ്ങൾ ശരിക്കും എന്നെ പറയുന്നത് തന്നെ ഇപ്പം ടീച്ചർ വിശ്വാസ പരിശീലന പ്രക്രിയ ശരിക്കും ഈ ടീച്ചറാണ് നടത്തുന്നത്. ഞാൻ കുട്ടികളെയും കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന പോലെ ഓരോ രോഗികളെ സന്ദർശിക്കും. ഞാനും ഭർത്താവും പോകാറുണ്ട്. ഞങ്ങൾ വേദപാഠ കുട്ടികളെയും കൂട്ടി പ്രായമായവരെ വീട്ടിലും രോഗികളെ വീട്ടിലും പോയി അവർക്ക് ഗിഫ്റ്റുകളും കാശുകളും നൽകും. അനാഥ മന്ദിരത്തിൽ പോകുന്നുണ്ട്, അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തിയ അമ്മ മാതാവിനും ഈശോക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സുബിത സുധീന്ദ്രൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/12/2022 ആദ്യമായി ഈ നടയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിന് ഒരു ജോലിക്ക് പോണ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം ആൾക്ക് കാല് മടക്കി വെക്കാൻ പറ്റില്ല, താഴെ ഇരിക്കാനും പറ്റില്ല, കസേരമേ ഇരുന്നാലും ഒരു കാല് മുകളിലേക്ക് കയറ്റി വയ്ക്കാനോ പിടിച്ച് വേണം കയറ്റി വയ്ക്കണമെങ്കിൽ.
അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ തൈലം പുരട്ടി, മാതാവിൻ്റെ തൈലം പുരട്ടി കൊടുക്കാറുണ്ട്. ആൾക്ക് കുറവുണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആൾ എൻ്റെ കൂടെ വന്നു. ആൾ അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് മാതാവിൻ്റെ നടയിൽ പോയി ഒന്ന് ഇരിക്കണമെന്ന് തോന്നി. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ചമ്രം മടിഞ്ഞിട്ടിരുന്നു. ആൾക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി. കാല് പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ. അത് ആൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ബ്രസ്റ്റിൻ്റെ നടുക്കായിട്ട് എനിക്കൊരു തടിപ്പുണ്ടായി. ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരു തടിപ്പുണ്ടായിരുന്നു. അത് കീറി കളഞ്ഞതായിരുന്നു. അപ്പം അന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇതേപോലെ വരികയാണെങ്കിൽ വീണ്ടും കീറേണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ തടിപ്പ് വന്നു. ഞാൻ ഡോക്ടറെ കണ്ടില്ല. ഇത് വന്നപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ തടിപ്പ് അവിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ വീണ്ടും ആ തടിപ്പ് ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ കാലുമ്മ ഒന്ന് മാന്തി പൊട്ടിയതാണ്. അതങ്ങനെ മാന്തി ഇങ്ങനെ വട്ടം വെച്ച് കറുത്തടയാളം ആയി. അപ്പം നമ്മൾ സാധാരണ ഒരു മാന്തി പൊട്ടിയതല്ലേന്ന് ഓർത്ത് അത്ര ഗൗനിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഇത് ഡോക്ടറെ കണ്ട് മാറ്റി കളയിട്ടോന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക് എടുത്തു, ഓയിൻമെൻറ്റൊക്കെ പുരട്ടി. എന്നിട്ടും ഇത് മാറണില്ല. ഇത് വട്ടം വെച്ച് വരാണ്, ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ കൂടി കൂടി വരിക. അപ്പം ഞാനത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ അടയാളം മങ്ങി ഇപ്പോൾ ഒരു കറുത്ത അടയാളം പോലും ആ കുട്ടിയുടെ കാലുമില്ല. പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ മോന് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് യൂറോപ്പിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് അപേക്ഷിച്ച് ഫസ്റ്റത്തെ തവണ അത് റിജക്ഷനായി. 2ാമത്തെ തവണ ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഫസ്റ്റ് വിസ കിട്ടി കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് വിചാരിച്ച് ഇവൻ എംബസിയിലേക്ക് പോകാനായിട്ടുള്ള പേപ്പർ മേടിച്ച് ഇവൻ നേരെ തന്നെയൊക്കെയാണ് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവൻ എംബസിയിൽ പോയി തടസ്സങ്ങളൊന്നും ഇല്ലാതെ വന്ന് അവന് വിസ വന്നു. ഇവൻ അടുത്ത മാസം കയറി പോവാണ്. പിന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊരു കാർഡ് വന്നിരുന്നു ജോലിക്ക്. 6 മാസത്തേക്കാണ്. അത് 300 പേരോളം എടുക്കണ ജോലിയായിരുന്നു. അതിൽ 300 പേരെ ഇൻ്റർവ്യൂവിന് എടുത്ത് 11 പേരെയാണ് അതിൽ നിന്ന് സെലക്ഷൻ ആക്കണതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു റെക്കമെൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റവും വലിയ റെക്കമെൻഡുള്ള ആൾ എൻ്റെ കയ്യിലുണ്ട്, മാതാവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും എല്ലാവരും പറഞ്ഞു പാർട്ടിക്കാരെ കാണണം, അങ്ങനെ അവരോട് പറയണം ഇവരോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഇത് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ അവരോടും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് 11 പേരെ അവർ എടുക്കലും കഴിഞ്ഞു, ജോലി സ്റ്റാർട്ടാക്കലും കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയായാലും അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാണ്. അപ്പോൾ 11 പേരിൽ സെലക്ഷൻ ആയാലും ഒരു കുട്ടി ഈ ജോലി വേണ്ടാന്നും പറഞ്ഞ് പോവാണ്. അതിൻ്റെ ഒഴിവിലേക്കാണ് എന്നെ വിളിക്കണേ. അപ്പം ഈ പാർട്ടിക്കാരുടെ അനുവാദത്തോടെ അല്ല എനിക്ക് ജോലി കിട്ടിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഇത് അല്പസമയം എനിക്ക് നീക്കി തന്നതാണ്. ഞാനത് അവിടെ ചെന്ന് ചോദിക്കുകയും ചെയ്തു, ഇത് എന്തിൻ്റെ ബേസിലാണ് എനിക്കിത് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ബയോളജിസ്റ്റ് പറഞ്ഞ അത് ഞങ്ങൾ അന്ന് ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരാളെ നോക്കി സെലക്ട് ആക്കി. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അത് കിട്ടിയതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് അല്പം വൈകി എനിക്ക് ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എൻ്റെ മോൾക്ക് SLC പരീക്ഷയുടെ സമയത്ത് അവളെപ്പോഴും പറയാം, അമ്മ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല 9A+, എന്ന് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യം പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചോളൂ നല്ലോണം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ വരണം, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോണേലും മുന്നേ മാതാവ് എനിക്കൊരു
തെളിവ് തരണം, കൊച്ചിന് ഫുൾ A+ കിട്ടുന്നു, എനിക്ക് അവളുടെ അടുത്ത് അവിടെ ചെന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഓരോ കണ്ണൊക്കെ എൻ്റെ ഇങ്ങനെ 10 A+ കിട്ടണ അത് എങ്ങനെയാണെന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കാറുന്നു. ഒന്നും കാണണില്ല. മാതാവിൻ്റെ മെഴുകുതിരി പിടിച്ച് എനിക്കന്ന് വരാനുള്ളൊരു അനുഗ്രഹം കിട്ടി. അപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എണ്ണി നോക്കാണ് 10 A+ കിട്ടുമോ 10 A+ കിട്ടുമെന്ന്. പക്ഷെ ഒന്നും കാണണില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് ഇവിടെ മുട്ടൂത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നേരെ അവിടെ മാതാവിൻ്റെ രൂപം മറ്റേ സമയഘടികാരം വെച്ചിട്ടിരിക്കണ മാതാവിൻ്റെ രൂപത്തുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ നോക്കണേ, അതിൽ മാതാവ് 10 എന്നുള്ള ആ സംഖ്യയിലേക്കാണ് കൈ ഇങ്ങനെ വെച്ചേക്കണത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താന്ന് പറയാൻ അത്ര സന്തോഷമായി. എന്ന് വെച്ചാൽ ഒരു തെളിവ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണേലും മുന്നേ മാതാവ് കാണിച്ചു തന്നു. അതുപോലെ തന്നെ അവൾക്ക് ഫുൾ A+ കിട്ടി. സന്തോഷവതിയായിട്ട് എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഭർത്താവ്, മോള്, മോൻ എല്ലാവരും വന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അവർക്ക് എന്നെ കൊണ്ട് പറ്റണ പൈസ, വലിയ തുകയൊന്നുമല്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റണ പൈസ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഞാൻ പോന്നിട്ടുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി ഡ്രസ്സ്, പൈസ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൊതിച്ചോറ്, ഹോസ്പിറ്റലുകളിലേക്ക് പൊതിച്ചോറ്, ഇപ്പോൾ ഒരു പൊതിച്ചോറെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ കൊണ്ട് കഴിയണ വിധം എണ്ണം കൂട്ടി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ എന്നും കേൾക്കും. ഒരു പരിമിതി ഉണ്ട്, ഞാനൊരു ഹിന്ദു ആണ്, എനിക്കൊരു പരിമിതി ഉണ്ട് കേൾക്കാനും. എന്നാലും ഞാൻ പരമാവധി ജോലിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ആ കറക്റ്റ് സമയത്തല്ലെങ്കിലും ഞാനത് കേൾക്കാറുണ്ട്. വചനങ്ങൾ കുറേ ഞാൻ മൊബൈലിൽ ഇങ്ങനെ അതാണ് കൂടുതൽ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കേൾക്കാറുണ്ട്. ബൈബിള് കിട്ടുന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കാറുണ്ട്.